ബംഗ്ലാദേശിൽ സംഘർഷം വ്യാപിക്കുകയും അത് ഹിന്ദുക്കളെ ഉന്മൂലനാശം ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തതോടെ ലോകത്തെമ്പാടും നിന്ന് പ്രതിഷേധം ഉയരുന്നു. ആ പ്രതിഷേധം ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രം ഇതാദ്യമായി തന്നെ ബംഗ്ലാദേശിൽ ഇതിനു മുൻപും ഹിന്ദുക്കൾക്ക് നേരെ വലിയ അതിക്രമങ്ങളും കൊലയും നടന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്രം ഇടപെട്ടിരുന്നില്ല. ഇപ്പോൾ കേന്ദ്രം ഇടപെടുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അമിത്ഷാ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് ഒരു പാനൽ രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഒപ്പം തന്നെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ അതിർത്തി സുരക്ഷാ വിഭാഗവും സംയുക്തമായിട്ടാണ്. കാരണം ഈ ഹിന്ദു ഇല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ താമസിക്കുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിന് അടുത്തുള്ള ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു തലവനായിട്ട് ഈസ്റ്റേൺ കമാൻഡിൻ്റെ അതിർത്തി സുരക്ഷാ വിഭാഗത്തിൻ്റെ ADGയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമിതി രൂപീകരിച്ചത്. രണ്ട് രാജ്യങ്ങളിലെയും ആളുകൾ ഇതിൽ അംഗങ്ങളായിരിക്കും. അപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച്, അതായത് എവിടെയെങ്കിലും അക്രമസംഭവം ഉണ്ടായാൽ അപ്പോൾ തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻ കൈമാറുകയും അവർക്ക് സുരക്ഷ ഒരുക്കുകയുമാണ്. ഇതിൽ ഹിന്ദുക്കൾ മാത്രമല്ല ബുദ്ധ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു പാനലിന് സുരക്ഷ ഒരുക്കുന്നത്. അമിത്ഷാ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനൊരു പാനൽ രൂപീകരിച്ച് ഇത് അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. അതായത് അവിടെ അതിക്രമം നടക്കുമ്പോൾ ഈ സമിതി ബന്ധപ്പെടുകയും ഇവർക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്യും. ഈ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനായിരിക്കും. ഒപ്പം തന്നെ അവർ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ അവർ നിർദ്ദേശം കൊടുക്കുന്ന അവിടുത്തെ സേനാ വിഭാഗങ്ങൾക്കായിരിക്കും. അത്തരത്തിലൊരു നീക്കമാണ് നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ് രാജ്യത്തിന് പുറത്ത് ഉള്ള ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു ഇല്ലെങ്കിൽ ക്രിസ്ത്യ ബുദ്ധ വിഭാഗങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായിട്ട് ഇത്തരമൊരു പാനൽ രൂപീകരിച്ച് മുൻപോട്ട് പോകുന്നത്. ഇത് അമിത്ഷാ തന്നെ ആണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവിടെ കലാപത്തിനൊരു ശമനമുണ്ട്. പക്ഷേ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഈ കൊലപാതകത്തിൽ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.